20-ാം നൂറ്റാണ്ടിന്റെ പ്രഭാതം ലോകത്തിന് സമ്മാനിച്ചത് വേഗതയുടെയും ചലനാത്മകതയുടെയും പുതിയൊരു സ്വപ്നമായിരുന്നു. കുതിരവണ്ടികളിൽ നിന്ന് യന്ത്രവൽകൃത വാഹനങ്ങളിലേക്കുള്ള മാറ്റം വെറുമൊരു യാത്രാ സൗകര്യം മാത്രമായിരുന്നില്ല, അത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവങ്ങളിലൊന്നായി മാറി. ആദ്യകാലങ്ങളിൽ അതിസമ്പന്നരുടെ കളിപ്പാട്ടം മാത്രമായിരുന്ന കാറുകൾ താമസിയാതെ ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെയും ജനങ്ങളുടെ ജീവിതരീതിയെയും മാറ്റിമറിക്കാൻ പോകുന്ന വലിയ ശക്തിയായി പരിണമിച്ചു. 1930കളിലേക്ക് കടന്നപ്പോൾ ഓട്ടോമൊബൈലുകൾ കേവലം വാഹനമെന്ന നിലയിൽ നിന്ന് ആഗോള സംഭവ വികാസങ്ങളുടെയും സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും കേന്ദ്രബിന്ദുവായി മാറി. ഈ കാലഘട്ടത്തിലാണ് എയറോഡൈനാമിക്സ് എന്ന ആശയം ഡിസൈനുകളിൽ കടന്നുവരുന്നത്. കാറ്റിലെ പ്രതിരോധം കുറയ്ക്കുന്ന തരത്തിലുള്ള വശ്യമായ വളവുകളും താഴ്ന്ന ബോഡിയും കാറുകൾക്ക് ലഭിച്ചത് വേഗത വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇന്ധനക്ഷമത കൂട്ടാനും സഹായിച്ചു. മുമ്പ് ശബ്ദായമാനമായിരുന്ന യാത്രകൾ മെച്ചപ്പെട്ട സസ്പെൻഷൻ സംവിധാനങ്ങൾ വന്നതോടെ സുഖകരമായി മാറി. എന്നാൽ ഇതേ സമയം തന്നെ ഉണ്ടായ സാമ്പത്തിക മാന്ദ്യം കാർ നിർമ്മാതാക്കളെ വലിയ പ്രതിസന്ധിയിലാക്കി. ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞതോടെ ഉൽപാദനം വെട്ടിക്കുറയ്ക്കേണ്ടി വന്നെങ്കിലും ഈ അതിജീവനം ഓട്ടോമൊബൈൽ രംഗത്ത് കൂടുതൽ കാര്യക്ഷമമായ മാസ് പ്രൊഡക്ഷൻ രീതികൾക്ക് അടിത്തറയിട്ടു. തുടർന്നുണ്ടായ രണ്ടാം ലോകമഹായുദ്ധം കാറുകളുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ സിവിലിയൻ കാറുകളുടെ നിർമ്മാണം നിലയ്ക്കുകയും ലോകത്തിലെ വലിയ ഫാക്ടറികൾ ജനാധിപത്യത്തിന്റെ ആയുധപ്പുരകളായി മാറുകയും ചെയ്തു. ഫോർഡ്, ജനറൽ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനികൾ തങ്ങളുടെ അസംബ്ലി ലൈനുകൾ യുദ്ധാവശ്യങ്ങൾക്കായി മാറ്റി സജ്ജീകരിച്ചു. കാറുകൾക്ക് പകരം ടാങ്കുകൾ, സൈനിക ട്രക്കുകൾ, വിമാന എഞ്ചിനുകൾ എന്നിവ അവിടെ നിർമ്മിക്കപ്പെട്ടു. ഏത് ദുർഘടമായ പാതയിലും സഞ്ചരിക്കാവുന്ന ജീപ്പുകളുടെ ജനനം ഈ കാലത്തായിരുന്നു. ഇത് പിൽക്കാലത്ത് ഓഫ് റോഡ് വാഹനങ്ങളുടെ വിപ്ലവത്തിന് തുടക്കമിട്ടു. യുദ്ധം തകർത്തു കളഞ്ഞത് ജീവിതങ്ങളെയാണെങ്കിലും അത് സാങ്കേതിക വിദ്യയെ വർഷങ്ങൾ മുന്നോട്ടേക്ക് നയിച്ചു. എഞ്ചിനുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഭാരം കുറഞ്ഞ ലോഹസങ്കരങ്ങൾ ഉപയോഗിക്കുന്നതിനും ഈ ഗവേഷണങ്ങൾ സഹായിച്ചു. 1945-ൽ യുദ്ധം അവസാനിച്ചപ്പോൾ ലോകം പുനർനിർമ്മാണത്തിന്റെ പാതയിലായിരുന്നു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ സൈനികരും പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടിരുന്ന സാധാരണക്കാരും കാറുകൾക്കായി കാത്തിരുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ റോഡ് അടിസ്ഥാന സൗകര്യങ്ങളിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയതോടെ വിശാലമായ ഹൈവേകൾ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ചു. സ്വന്തമായ ഒരു കാർ എന്നത് വെറുമൊരു ആഡംബരമല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറി. ഇതേ സമയം തന്നെ ആഗോള വിപണിയിൽ പുതിയ ശക്തികൾ കരുത്തറിയിച്ചു തുടങ്ങി. ജർമ്മനിയിൽ നിന്ന് ഫോക്സ്വാഗൺ ബീറ്റിൽ പോലെയുള്ള താങ്ങാനാവുന്ന കാറുകൾ ജനപ്രീതി നേടിയപ്പോൾ ജപ്പാനിൽ നിന്നുള്ള ടൊയോട്ട പോലുള്ള കമ്പനികൾ കാര്യക്ഷമതയിലും വിശ്വസ്തതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നേറി. 1950കളിലെ കാറുകൾ വെറും വാഹനങ്ങളല്ലായിരുന്നു, അവ ആ കാലഘട്ടത്തിന്റെ ശുഭാപ്തി വിശ്വാസത്തെയും പുരോഗതിയെയും പ്രതിനിധീകരിക്കുന്ന കലാരൂപങ്ങളായിരുന്നു. വലിയ ചിറകുകളും തിളങ്ങുന്ന ക്രോം ഡീറ്റെയിലിംഗും വർണ്ണാഭമായ പെയിന്റുകളും അന്നത്തെ പ്രത്യേകതയായിരുന്നു. കുടുംബത്തോടൊപ്പമുള്ള യാത്രകളും ഡ്രൈവിംഗ് തിയേറ്ററുകളും ഒരു പുതിയ സംസ്കാരത്തിന് ജന്മം നൽകി. എന്നാൽ വളർച്ചയോടൊപ്പം തന്നെ ട്രാഫിക് കുരുക്കും സുരക്ഷാ പ്രശ്നങ്ങളും മലിനീകരണത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഉടലെടുത്തു. ഈ വെല്ലുവിളികൾക്കിടയിലും 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഓട്ടോമൊബൈൽ ലോകത്തിന്റെ ഗതി മാറ്റിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായി അംഗീകരിക്കപ്പെട്ടു. അത് ദൂരങ്ങളെ ഇല്ലാതാക്കി, സമ്പദ് വ്യവസ്ഥകളെ ചലിപ്പിച്ചു, മനുഷ്യന്റെ സ്വതന്ത്രവാഞ്ചയ്ക്ക് ചിറകുകൾ നൽകി. ഒരു യന്ത്രം എന്നതിലുപരി അത് മനുഷ്യരാശിയുടെ പുരോഗതിയുടെ പ്രതീകമായി ഇന്നും കുതിച്ചുകൊണ്ടിരിക്കുന്നു. 1960കളോടെ മോട്ടോർ വാഹനങ്ങൾ വെറുമൊരു യാത്രാ ഉപാധി എന്നതിലുപരി സംസ്കാരത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും പ്രതീകമായി മാറി. രൂപകൽപ്പനയിലും കരുത്തിലും സമാനതകളില്ലാത്ത മാറ്റങ്ങൾ സംഭവിച്ച ഈ കാലഘട്ടം കാറുകളുടെ സുവർണയുഗമായാണ് അറിയപ്പെടുന്നത്. അമേരിക്കയിൽ മസിൽ കാറുകൾ അവയുടെ വന്യമായ കരുത്തുകൊണ്ട് യുവതലമുറയെ ആവേശത്തിലാഴ്ത്തിയപ്പോൾ കാർ എന്നത് ഒരാളുടെ അന്തസ്സിന്റെയും ജീവിതശൈലിയുടെയും അടയാളമായി മാറി. ഇതേസമയം യൂറോപ്യൻ കമ്പനികൾ ആഡംബരത്തിനും സാങ്കേതിക തികവിനും മുൻഗണന നൽകുകയും ജാപ്പനീസ് നിർമ്മാതാക്കൾ വിശ്വസനീയവും ലാഭകരവുമായ വാഹനങ്ങളിലൂടെ ആഗോള വിപണിയിൽ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. എങ്കിലും 70കളിലെ ആഗോള ഇന്ധന പ്രതിസന്ധി ഈ മേഖലയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടു. പെട്രോൾ വില വർദ്ധിച്ചതോടെ ഇന്ധനക്ഷമത കുറഞ്ഞ വലിയ വാഹനങ്ങൾ പ്രായോഗികമല്ലാതാവുകയും ഇത് ചെറിയ കാറുകളുടെ പ്രചാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതോടൊപ്പം സുരക്ഷാ മുൻകരുതലുകൾക്കും പ്രാധാന്യം ലഭിച്ചു തുടങ്ങി. സീറ്റ് ബെൽറ്റുകൾ, എയർ ബാഗുകൾ, മെച്ചപ്പെട്ട ക്രാഷ് ടെസ്റ്റിംഗ് എന്നിവ നിർബന്ധമാക്കിയതോടെ ഡ്രൈവിംഗ് കൂടുതൽ സുരക്ഷിതമായി. 80കളിലും 90കളിലും ഇലക്ട്രോണിക് സംവിധാനങ്ങളും കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യയും എഞ്ചിനുകളുടെ ഭാഗമായതോടെ വാഹനങ്ങൾ കൂടുതൽ നൂതനമായി മാറി. അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പരിസ്ഥിതി സൗഹൃദമായ ഇന്ധന രീതികളെക്കുറിച്ച് ചിന്തിക്കാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിച്ചു. ഇതിന്റെ ഫലമായാണ് ഇലക്ട്രിക് കരുത്തും ഇന്ധനവും സംയോജിപ്പിച്ചുള്ള ഹൈബ്രിഡ് വാഹനങ്ങൾ വിപണിയിലെത്തിയത്. വെറും വേഗതയ്ക്കും രൂപഭംഗിക്കും അപ്പുറം സുരക്ഷയ്ക്കും ഉത്തരവാദിത്തമുള്ള യാത്രാരീതികൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ഓട്ടോമൊബൈൽ ലോകം ഇന്നും പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നതോടെ വാഹന വിപണി വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു.
കേവലം യന്ത്രങ്ങൾ എന്നതിലുപരി അത്യാധുനിക സോഫ്റ്റ്വെയറുകളും സാങ്കേതിക വിദ്യയും സമ്മേളിക്കുന്ന ബുദ്ധിശക്തിയുള്ള സംവിധാനങ്ങളായി കാറുകൾ മാറി. പരിസ്ഥിതി സൗഹൃദമായ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉദയമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പെട്രോളിനും ഡീസലിനും പകരം ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ വാഹനങ്ങൾ മലിനീകരണം കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഈ മാറ്റത്തിന് ചുക്കാൻ പിടിച്ചത് ടെസ്ലയാണ്. ഇലക്ട്രിക് കാറുകൾ എന്നാൽ വേഗത കുറഞ്ഞവയാണെന്ന ധാരണ തിരുത്തി അവ സ്റ്റൈലിഷും കരുത്തുറ്റതുമാണെന്ന് അവർ തെളിയിച്ചു. ഇന്ന് ടൊയോട്ട മുതൽ BMW വരെയുള്ള പ്രമുഖ കമ്പനികളെല്ലാം ഈ പാത പിന്തുടരുകയാണ്. ഗവൺമെന്റുകളും ചാർജിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും ഇളവുകൾ നൽകിയും ഈ മാറ്റത്തിന് പിന്തുണ നൽകുന്നു. ആധുനിക കാറുകൾ ഡ്രൈവിംഗ് കൂടുതൽ സുരക്ഷിതമാക്കുന്ന അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റങ്ങളാൽ സജ്ജമാണ്. സ്വയം നിയന്ത്രിക്കാനും ബ്രേക്ക് ഇടാനും പാർക്ക് ചെയ്യാനുമൊക്കെ ഇന്ന് വാഹനങ്ങൾക്ക് സാധിക്കുന്നു. മനുഷ്യ സഹായമില്ലാതെ ഓടുന്ന ഓട്ടോണമസ് കാറുകളിലേക്കുള്ള യാത്രയിലാണ് നാം ഇന്ന്. സെൻസറുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം വാഹനങ്ങൾ ഭാവിയിൽ ഗതാഗത സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കും. നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിന്റെ ഭാഗമായി കാറുകൾ മാറിക്കഴിഞ്ഞു. സ്മാർട്ട്ഫോൺ കണക്ടിവിറ്റി, റിയൽ ടൈം ട്രാഫിക് അപ്ഡേറ്റുകൾ, വോയിസ് കൺട്രോൾ എന്നിവ കാറുകളെ കൂടുതൽ സ്മാർട്ടാക്കുന്നു. ഉൾവശത്തെ ഡിസൈനിലാകട്ടെ വീടിനുള്ളിലെ ലിവിംഗ് റൂമിന് സമാനമായ സൗകര്യങ്ങളും വലിയ ടച്ച് സ്ക്രീനുകളും ഇന്ന് ലഭ്യമാണ്. ബാറ്ററിക്ക് പുറമെ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകളെക്കുറിച്ചും പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതികളെക്കുറിച്ചും കമ്പനികൾ ഇന്ന് ചിന്തിക്കുന്നുണ്ട്. ഭാവിയിൽ പറക്കും വാഹനങ്ങളും ഷെയർഡ് മൊബിലിറ്റി സേവനങ്ങളും നഗരങ്ങളുടെ മുഖച്ഛായ മാറ്റിയേക്കാം. കാൾ ബെൻസിന്റെ ആദ്യ പെട്രോൾ കാർ മുതൽ ഹെൻറി ഫോർഡിന്റെ വൻതോതിലുള്ള ഉൽപാദനത്തിലൂടെ കടന്ന് ടെസ്ലയുടെ ഇലക്ട്രിക് വിപ്ലവം വരെ എത്തിനിൽക്കുന്ന ഈ യാത്ര മനുഷ്യ പുരോഗതിയുടെ അടയാളമാണ്. വാഹനങ്ങളുടെ പരിണാമം ഇവിടെ അവസാനിക്കുന്നില്ല. വരാനിരിക്കുന്ന പാതകളിൽ ഇനിയും വിസ്മയകരമായ മാറ്റങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. വീണ്ടും മറ്റൊരു രസകരമായ വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.